നമസ്കാരം. അസ്സലാമു അലൈക്കും. എൻ.പി. ലിയാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഇന്ന് ഈ വീഡിയോസ് എന്താ വെച്ചാൽ വേറെ ഈ ചില ആൾക്കാർ അവരെ അറിവില്ലായ്മ എന്നല്ല നമ്മൾ പറയുന്നത്. പക്ഷെ എന്താ അറിയില്ല, ചിലപ്പോൾ ഒരു വേറെ എന്തെങ്കിലും കാരണം കൊണ്ടായിരിക്കാം ഒന്നിങ്ങനെ പറഞ്ഞിരുന്നു നമ്മൾ ബ്ലാക്ക് ലീഫ് പൂക്കണം എങ്കിൽ കെമിക്കൽ അടിക്കണം, അതല്ലെങ്കിൽ കൾട്ടാർ അടിക്കണം. കൾട്ടാർ പറഞ്ഞ സാധനം നമ്മൾ ഒരിക്കലും നമ്മൾ അടിക്കരുത് എന്ന് ഉദ്ദേശിക്കുന്ന സാധനമാണ് കൾട്ടാർ. കാരണം കൾട്ടാർ അടിച്ചാൽ എന്താ വെച്ചാൽ ആ മരം പിന്നെ മൊരടിപ്പ് അടുത്ത വർഷവും കൾട്ടാറിന് എന്ത് ചെയ്യണം. അപ്പോൾ ഒരു അതായത് കൾട്ടാർ അടിക്കാൻ നിർബന്ധമാണെങ്കിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ഒരു 5-8 കൊല്ലമായിട്ടും കായ്ക്കുന്നില്ല, മാവ് കായ്ക്കുന്നില്ല എങ്കിൽ കൾട്ടാർ കൊടുത്ത് നോക്കിയാൽ ആ കൾട്ടാറിൽ അതൊന്നാണ് പൂത്തുകാണ്ട് പിന്നെ അടുത്ത കൊല്ലം കൾട്ടാർ കിട്ടിയെങ്കിൽ കൾട്ടാർ അടിച്ചെങ്കിലേ ഈ മാവ് പിന്നെ പൂക്കുള്ളൂ. ആ സ്ഥാനത്ത് ഇത് ആൾ ഇതിൽ പറഞ്ഞത് ബ്ലാക്ക് ലീഫൊക്കെ ഈ കൾട്ടാർ അടിച്ചുകാണ്ട് ഇതെന്ന് പറഞ്ഞത്. അപ്പോൾ കൾട്ടാറല്ല, ഇനി അങ്ങനെ ഈ ബ്ലാക്ക് ലീഫ് ഇത് നമുക്ക് 2 വർഷം കഴിഞ്ഞ് 3 വർഷം കഴിഞ്ഞാൽ ബ്ലാക്ക് ലീഫ് പറഞ്ഞാൽ നമ്മൾ ന്യൂഗസ് നമ്മൾ ഇറക്കിയ വെറൈറ്റി നമ്മൾ കായ്ക്കും, ഗ്യാരണ്ടിയാണ്. ഇപ്പം നമ്മൾ ഇറക്കിയ ഈ ന്യൂഗസ് എന്ന പറഞ്ഞ സാധനം ഇപ്പോൾ ഇതുവരെ കായ്ച്ചിട്ടുള്ളൂ. വേറെ ആയതിപ്പോൾ വേറെ കുറേ ആൾക്കാർ ഇറക്കിയൊന്നും കായ്ച്ചിട്ടില്ല, റിസൾട്ട് ഇല്ല. അപ്പോൾ നമ്മളിത് ഇപ്പം ഇനി റിസൾട്ട് അഥവാ ഇനി ആൾക്കാർക്ക് എന്ത് ചെയ്യുക, ഇപ്പോൾ 2 കൊല്ലം കഴിഞ്ഞ് ആൾക്ക് വെയിറ്റ് ചെയ്യാൻ ഒരു കൊല്ലം കൂടി വെയിറ്റ് ചെയ്യാൻ കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു കഷ്ണം നമ്മളെ തിരുമ്പണ സോപ്പ് ഉണ്ട്, സാബൂന് അറിയില്ലേ, അത് ഇതിന് ചോട്ടം ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. കാരണം വേറെ ഇഞ്ചക്ഷൻ ചെയ്യുക അല്ലെങ്കിൽ ഇഞ്ചക്ഷനോ കുത്തനോ അങ്ങനെ കുത്തിയക്കലോ ഒന്നും വേണ്ട. അതിന് ക്ലോറേറ്റ് എന്ന് പറയും. ക്ലോറേറ്റ് അതായത് സോപ്പ് നിർമ്മാണ കിറ്റിൽ ഏറ്റവും വില കുറഞ്ഞ സാധനം 5 ലിറ്ററിന് 70 റുപ്യയായിട്ട് കിട്ടുന്ന സാധനമുണ്ട് ക്ലോറേറ്റ്. സോപ്പ് ഉണ്ടാക്കുന്ന കമ്പനിയിൽ സോപ്പ് ഉണ്ടാക്കുന്ന സാബു ഉണ്ടാക്കുന്ന നമ്മളെ ആ കമ്പനിയിലൊക്കെ കിട്ടും ആ സാധനം ക്ലോറേറ്റ്. അപ്പോൾ അത് 5 ലിറ്റർ ഉണ്ടാവും, അത് 1/2 ലിറ്റർ മതി ഒരു മരത്തിന്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യുക, സീസൺ ആണെങ്കിൽ ഇപ്പോൾ നമുക്ക് ഈ ഒക്ടോബർ നവംബറിലൊക്കെ നമ്മളിപ്പോൾ ബ്ലാക്ക് ലീഫ് ഒരു 10 മരം ഉണ്ടെങ്കിൽ ഒക്ടോബർ നവംബറിൽ 5 ഈ കൾട്ടാറല്ല, അതായത് ഈ കൾട്ടാർ ഒരിക്കലും നമ്മൾ പറഞ്ഞത് ബ്ലാക്ക് ലീഫിന് ഇതിനും കൊടുക്കണം. അത് മാവ് ഐറ്റംസ് അതിനെ മാവിനെ നമ്മൾ കൊടുക്കണം ഞാൻ പറയേണ്ട സാധനമല്ല. കൾട്ടാർ ഉപയോഗിക്കാനേ പാടില്ല, കെമിക്കലാണ്. ഇത് നമുക്ക് സോപ്പ് നിർമ്മാണ കിറ്റിൽ വരുന്ന ക്ലോറേറ്റ് എന്ന സാധനമാണ്. 5 ലിറ്ററിന് 70 റുപ്യുള്ളൂ. അത് നമുക്ക് 1/2 ലിറ്റർ ഒരു 4 മരത്തിന് നമ്മൾ എന്ത് ചെയ്യാം, ഒക്ടോബർ നവംബർ മാസത്തിൽ ലേസൺ ഒരു തുള്ളി ആണെങ്കിൽ മഴ ഇല്ലാത്ത ടൈം ആകുമ്പോൾ എന്ത് ചെയ്യുക, ഒരു 3 ലിറ്റർ വെള്ളത്തിൽ കലക്കിക്കാണ്ട് അത് 1/2 ലിറ്റർ ഈ സാധനം കലക്കിക്കാണ്ട് നേരെ ചോട്ടനെ ഒഴിച്ചു കൊടുത്താൽ മതി. വേറെ മേലത്തു കൂടി പാരിയെ അങ്ങനൊന്നും വേണ്ട, ചോട്ട ഒഴിച്ചാൽ മതി. ഇനി അതും ആ ക്ലോറേറ്റ് കിട്ടാത്തവർക്ക് എന്ത് ചെയ്യാൻ മതി, നമ്മൾ ഈ പീടികയെന്നോ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങുന്ന സാബുവിന് ഒരു കഷ്ണം ചോട്ട ഇട്ട് കൊടുത്താൽ മതി, സാധനം കായ്ച്ചും. ഇനി ഞാൻ പറഞ്ഞത് 3 കൊല്ലം കഴിഞ്ഞ് കായ്ച്ച അതിന് വൃത്തി എന്താ വെച്ചാൽ ഡബിൾ കായ് എന്നാൽ ഭയങ്കര കായ് പിടുത്തമാണ്. അപ്പം ഇനി ഓരോരുത്തർ ഒന്നുകൂടി പറയാം, ഒരിക്കലും ആരും ഇപ്പോൾ നമ്മൾ ബ്ലാക്ക് ലീഫ് കണ്ടുകൊണ്ട് കൾട്ടാറും മറ്റും അടിച്ചാൽ നിൽക്കരുത്. ഇനി അങ്ങനെ അഥവാ നിർബന്ധം പെട്ടെന്ന് കായ്ക്കാൻ തോന്നുന്നവർക്ക് ഞാൻ പറഞ്ഞ മാതിരി ഈ സോപ്പ് നിർമ്മാണം കിറ്റ് ചെന്നാൽ കിട്ടും, 5 ലിറ്റർ കന്നാസ് കിട്ടും. ഇനി അതല്ലെങ്കിൽ ഞാൻ പറഞ്ഞ ക്ലോറേറ്റ് ലേസം ലൂസ് എല്ലായിടത്തും കിട്ടും. ആ സാധനം ലേസം ചോട്ട് കലക്കിന് ഒഴിച്ചാൽ മതി. അപ്പോൾ അങ്ങനെ